പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓരോ ദിവസവും ഓരോരോ പ്രത്യേകതകളുണ്ടല്ലേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ മലയാളികൾക്ക് എല്ലാവരുടെയും നമുക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരാളുടെ പിറന്നാൾ ദിവസം കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ദിവസം പോലും ഈ ഒരു വ്യക്തിയുടെ ഒരു നേരമെങ്കിലും ആ ഒരു ശബ്ദം കേൾക്കാതെ, ആ ഒരു പാട്ട് കേൾക്കാതെയൊന്നും നമ്മൾ ഒരു മലയാളിയുടെയും ഒരു ദിവസവും പൂർണ്ണമാകില്ല. ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ ഒരു പാട്ടെങ്കിലും കേട്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ, നമ്മുടെയൊക്കെ വാനമ്പാടിയായ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട KS ചിത്രയുടെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. 62 വയസ്സാവുകയാണ് KS ചിത്രയ്ക്ക്. ലോകത്തിന് മുന്നിൽ മലയാള സംഗീതത്തെ അടയാളപ്പെടുത്തിയ ഗായികയുടെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് ആരാധകരെല്ലാം. നമുക്ക് ഒരു വിശദമായ ഒരു റിപ്പോർട്ട് കാണാം. ചിത്രയുടെ ശബ്ദവും ചിരിയും മലയാള മനസ്സിന്റെ യൗവനമാണ്. തലമുറ വ്യത്യാസമില്ലാതെ കേരളം നെഞ്ചേറ്റിയ ചിത്രസംഗീതം. ആഹ്ലാദമായി, പ്രണയമായി, വിരഹമായി, സങ്കടമായി, ഭക്തിയായി ചിത്ര എന്ന ഗായികയുടെ സ്വരമാധുരി മനുഷ്യഹൃദയങ്ങളിലൂടെ ഒഴുകി നടക്കുകയാണ്. ചിത്രയുടെ ശബ്ദത്തോളം ഇഴയെടുപ്പം മലയാളിക്ക് ഇന്നേ വരെ മറ്റൊരു ഗായികയോട് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. 1979 അട്ടഹാസം എന്ന ചിത്രത്തിലെ ചെല്ലം ചെല്ലം എന്ന പാട്ടിലൂടെയാണ് മലയാള ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് ചിത്ര ചുവട് വെച്ചത്. രജനി പറയൂ എന്ന ഗാനമാണ് ആദ്യമായി ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. പിന്നീട് അങ്ങോട്ട് ചിത്രയുടെ സ്വരം മലയാള മണ്ണിനുമപ്പുറം രാജ്യവും ആവോളം ആസ്വദിച്ചു. പാടറിയൻ പഠിപ്പറിയൻ എന്ന ഗാനത്തിന് ദേശീയ പുരസ്കാരം. 1987 മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം. 16 തവണയാണ് കേരള സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത്. 11 തവണ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം തേടിയെത്തി. 4 തവണ തമിഴ്നാടിന്റെയും 3 തവണ കർണാടകയുടെയും 1 തവണ ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിന്റെയും മികച്ച ഗായിക പുരസ്കാരവും KS ചിത്രയ്ക്ക് ലഭിച്ചു. നഗക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും ഒരു വടക്കൻ വീരഗാഥയിലെ കളരിവിളക്ക് തെളിഞ്ഞതാണോ, സവിധത്തിലെ മൗന സരോവരം, ദേവരാഗത്തിലെ ശശികല ചാർത്തിയ വൈശാലിയിലെ ഇന്ദുപുഷ്പം, നന്ദനത്തിലെ കാർമുകിൽ വർണ്ണന്റെ നോട്ടത്തിലെ മയങ്ങിപ്പോയി തുടങ്ങിയ പാട്ടുകളെല്ലാം ചിത്രയ്ക്ക് സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തവയാണ്. മലയാളത്തിന്റെ വാനമ്പാടി, തമിഴ്നാടിന് ചിന്നക്കുയിലായി, തെലുങ്കിൽ സംഗീത സരസ്വതിയും കന്നഡയിൽ ഗാനകോകിലയുമായി. ഇപ്പോഴും പല ഭാഷകളിൽ ചിത്രയുടെ സ്വരം നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെയും പിന്നെയും കാതിൽ കേൾക്കാൻ കൊതിക്കുന്ന ഈണങ്ങളുമായി ഇനിയും വരണം. പ്രിയ KS ചിത്രയ്ക്ക് ന്യൂസ് മലയാളത്തിന്റെ ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.